എൻ്റെ ചോദ്യം എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത് whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix their problem. ഈ CJP സമരത്തെ പറ്റി മകളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചതും അത് വിസ്മയ പറഞ്ഞതും. സ്വാഭാവികമായിട്ടും മോഹൻലാൽ എന്ന ആക്ടർ അപ്പുറത്തുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരുപാട് ചിന്താഗതി. ഞാൻ ഇതേ അഭിപ്രായത്തിലുള്ള ആളാണ്. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷേ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പോൾ പണ്ട് ഞാനൊരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. വിസ്മയ മോഹൻലാലിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വിസ്മയുടെ ആദ്യത്തെ സിനിമ വരികയാണല്ലോ. തുടക്കം എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വിസ്മയുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ആ ഇൻ്റർവ്യൂവിൽ ഉള്ള വിസ്മയയുടെ ആറ്റിറ്റ്യൂഡ്, ഡ്രസ്സിങ് എല്ലാം വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇത്രയും വലിയ ഒരു നടൻ്റെ മകൾ ആണ് എന്നതിൻ്റെ ഒരു ജാടയോ അഹങ്കാരമോ ആ കുട്ടിക്കില്ല. അതുപോലെ തന്നെയാണല്ലോ പ്രണവിനും. സത്യം പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം പേരൻറ്റിങ്. മോഹൻലാൽ മക്കളെ വളർത്തിയതിൻ്റെ ഗുണമാകും അത്. ആ ഇൻ്റർവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം അതാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ ഭാഗ്യമാണ് ഇതുപോലെയുള്ള മക്കളെന്നാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ പ്രശ്നം വന്നപ്പോൾ സെലിബ്രിറ്റീസ് ആരും പ്രതികരിക്കാതെ ഇരുന്നപ്പോൾ ചങ്കൂറ്റത്തോടെ വന്ന് ഞാൻ അവരെ അനുകൂലിക്കുന്നു, ഞാൻ ആ കുട്ടികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ ആളാണ് വിസ്മയ. അതിനെതിരെ മേജർ രവി വന്നിരുന്നല്ലോ, ആ കുട്ടിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഏഷ്യനെറ്റിൽ വന്ന ഇൻ്റർവ്യൂവിൽ വിസ്മയ തുറന്നു പറയുന്നുണ്ട്, താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരു മാറ്റവുമില്ല എന്ന്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാനിവിടെ വെക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. പറയുമ്പോഴും അഭിനയിക്കുമ്പോൾ ഇവരെന്താ മോഹൻലാലിൻ്റെ മകളാണ്, അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും വരാറുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എഴുതിയാലോ ചെയ്താലോ ഒരു ആൾക്കാർ മുഴുവൻ ഒരു റഡാറിലാണെന്ന് അങ്ങനെ തോന്നാറുണ്ടോ? ഞാനൊരു ഇൻഡിവിജ്വലാ, സോ യെസ്, അച്ഛൻ എൻ്റെ അച്ഛനാ. You have all the freedom to talk. As an individual, you have all the rights to talk and express it. ഇതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഒരു കാര്യം എന്ത് പറഞ്ഞാലും കുഴപ്പമായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ അതിൽ കൂടെയാണ് പോകുന്നത്, അറിയാം. അതൊക്കെ ആ ഒരു സമയമാണ്. അതൊരു നിങ്ങളുടെ പോപ്പുലാരിറ്റി കൂടി കാര്യങ്ങളൊക്കെ ഫോക്കസിലേക്ക് മാറുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. എല്ലാവരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും അതേപോലെ ആളുകൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ പറയും, നമ്മൾ വി ഡോണ്ട് മൈൻഡ്. No, because at the end of the day, I can't control you. I can't control them or anybody. I can only control myself and what എനിക്ക് വേറെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ പറ്റി എന്തിനാ ഞാൻ ഇരുന്ന് അയ്യോ ആൾക്കാരെങ്ങനെ പറയുന്നുണ്ട്, അത് why would എനിക്ക് അങ്ങനെ എമോഷൻസ്, I don't want to waste my energy. ഞാൻ ഒരു വ്യക്തിയാണ്, എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ട്, എനിക്ക് മറ്റാരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എന്ത് ബോൾഡായിട്ടാണ് ആ കുട്ടി വന്നിരുന്ന് പറയുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും പറയാനുള്ളത് പറയുക തന്നെ വേണം. ഒരു സോഷ്യൽ മീഡിയ ബാക്ക്ലാഷിൽ വന്നു. സോ ഡു യു വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്? Yeah, I stand by what I said. I believe we're a democracy and we should always be allowed to question and be heard. And that instead of, we should always have dialogue instead of force. And yeah, I don't think your politics should ever supersede your humanity. And regardless of which party is in power, if tomorrow the same thing was to happen, I would still feel the same way. So, very good.